നമസ്കാരം. പുതിയ പ്രതീക്ഷകളോടെ ഒരു പുതിയ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മീനം 1. മീനമാസവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സ്വർണത്തിന്റെ ചിത്രമാണ്. കൈ നിറയെ സ്വർണമാണ്. രണ്ടാമത്തേതായ ചിത്രത്തിൽ കൈ നിറയെ നോട്ടാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ മാസം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വന്ദിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഈ ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഈ മാസം ഏറ്റവും ശുഭകരമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നേട്ടങ്ങൾ നിങ്ങൾക്ക് പോരാടി നേടിയെടുക്കുവാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീരണം എന്നില്ല. അല്പം ശ്രമിക്കേണ്ടതായി വരാം, അല്പം കാത്തിരിക്കേണ്ടതായി വരാം. എന്നിരുന്നാലും ഈ മാസം തന്നെ പല കാര്യങ്ങളും പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജയിക്കാനായി അല്പം കഷ്ടപ്പെടേണ്ടി വരും എന്ന് തന്നെ ചുരുക്കം. അതിനാൽ ജയം നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ കഷ്ടതകൾ യാതനകൾ അനുഭവിക്കേണ്ടതായി വരും. എങ്കിലും ജയം നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. അഭിമാനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ, ചില കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായി വരാം. അതുമൂലം ചില പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകും എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ സന്നദ്ധരായി തീരും എന്നതാണ് വാസ്തവം. സുഹൃത്തുക്കൾ ധാരാളം നിങ്ങൾക്കുണ്ട് എങ്കിലും ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളോ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളോ ഉടലെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ നഷ്ടമാകുവാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ഒഴിവാകുവാനുള്ള സാധ്യതകളോ കൂടുതൽ തന്നെയാകുന്നു. ബന്ധങ്ങളിൽ ദീർഘനാൾ അടുപ്പമില്ലാത്തതായ അവസ്ഥകളുണ്ട്. അത്തരം ചില വ്യക്തികളെ കണ്ടുമുട്ടുകയോ അവരുമായി ബന്ധം പുലർത്തുവാൻ സാധിക്കുകയോ പുതുക്കുവാൻ സാധിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി എന്ന് വരാം. സംസാരപ്രിയരാണ് നിങ്ങൾ. എന്നാൽ സംസാര കാര്യങ്ങളിൽ അല്പം മിതത്വം അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. സംസാരത്താൽ ചില പ്രശ്നങ്ങൾ ഉരുത്തിരിയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തിരിച്ചടികൾക്ക് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമങ്ങൾ വന്നു ചേരാം. പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടു പോലുമാകാം. ഉത്സാഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ വന്നു ചേരാം. എന്തു വന്നാലും ഒരു കൈ നോക്കാം എന്ന ചിന്തയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരും. മനസ്സിൽ തോന്നിയതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി തീരുകയും ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ അത്തരം സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന വഴി നഷ്ടങ്ങൾ ഒഴിവാക്കുകയോ ലാഭം നേടുവാൻ സാധിക്കുകയോ ചെയ്യാം. അത്തരം ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏത് പ്രശ്നങ്ങൾ വന്നാലും അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുവാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ചില പ്രശ്നങ്ങൾ
അത് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങൾക്കോ കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അത് ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നത് മൂലമാകാം. ഇത്തരത്തിൽ പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ, ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മീനമാസം മാറാവുന്നതാണ്. വിചാരിച്ചതായ ചില കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. ചില വ്യക്തികളുടെ സഹായത്താലോ അല്ലെങ്കിൽ സ്വയമേവ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിൽ വിജയങ്ങൾ വർദ്ധിക്കുന്നതാണ്. എന്നാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കരുതൽ വേണ്ടതായ സമയമാകുന്നു. ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയും അത് നഷ്ടങ്ങൾക്കോ മറ്റ് തിരിച്ചടികൾക്കോ കാരണമായി തീരാം. അതിനാൽ ഏത് കാര്യമാണ് എങ്കിലും കരുതലോടെ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭയം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും പല കാര്യങ്ങളിലും ഭയം നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഭയം വർദ്ധിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ഭയം ഒഴിവാക്കേണ്ടത് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ, മുന്നേറുവാൻ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. മനോബലം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മനോബലം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഈ മാസം സംഭവിച്ചു എന്ന് വരാം. പല കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യാതെ അതേക്കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നേട്ടങ്ങൾ ഇരട്ടിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. ചില തർക്കങ്ങളിൽ വിജയിക്കും എങ്കിൽ പോലും അത് ഭാവിയിൽ നിങ്ങൾക്ക് ദൂഷ്യമായി ഭവിക്കാം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ, തർക്കങ്ങൾ, വിഷമതകൾ തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. കുടുംബത്തിൽ നിന്നും അനുകൂലമായ ചില കാര്യങ്ങൾ, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. അകൽച്ചകൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, കുടുംബത്തിലെ വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ മുൻകൈ എടുക്കുന്നതിനാലോ മറ്റ് കാരണങ്ങളാലോ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പെട്ടെന്ന് തന്നെ സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. പെട്ടെന്ന് വിഷമിപ്പിക്കുന്ന ചില വാർത്തകൾ തേടിയെത്തി എന്ന് വരാം. എന്നാൽ അത് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഠിനമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അത് നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. നിങ്ങൾ പ്രയത്നിക്കുന്നതായ കാര്യങ്ങൾ, ആത്മാർത്ഥമായി ശ്രമിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകുന്നതായ മാസമായി തന്നെ മീനമാസം മാറും. പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ നടക്കുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുകയോ നടക്കുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതായ സമയമാകുന്നു. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും എങ്കിൽ പോലും നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധ വേണം. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വന്നു ചേരാം. അത് പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും പ്രത്യേകമായ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആകർഷകമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് നിങ്ങൾ ചെയ്യുന്നതായ ചില പ്രവൃത്തികൾ മൂലം നേട്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളും വന്നു ചേരാം. സ്വതന്ത്രമായി ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത്തരത്തിൽ സാധിക്കുന്നില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില അപ്രതീക്ഷിതമായ ചെലവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. ചില തെറ്റിദ്ധാരണകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തണം. ഇത്തരം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ
നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർ മൂലം ചില വിഷമങ്ങൾ, മനപ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയം തന്നെയാണ് ഇത്.